വെൽക്കം ടു സിമ്പിൾ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫിയാണ്. നമ്മുടെ ഭൂമി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഭൂമിയിലെ വിവിധ പാളികൾ, അതുപോലെ തന്നെ അന്തരീക്ഷം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസ് കഴിഞ്ഞിട്ടുണ്ട്, സോഷ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൂടാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ നോക്കാം. നമ്മുടെ ഭൂമി എന്നാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്നൊരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതെന്നറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം വേണ്ടത് എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെയെല്ലാമല്ല. അപ്പോൾ എന്താ പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് കൂടി ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്, ഭൂമിയാണ് അല്ലേ. നമ്മുടെ ഭൂമിയാണ് കൂടി ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം. അവിടെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഭക്ഷണം, വെള്ളം, വായു എന്നിവയൊക്കെ, മണ്ണ് എന്നിവയൊക്കെ എന്തിലുണ്ട്, ഈ ഭൂമിയിലുണ്ട് അല്ലേ. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലേക്കാണല്ലേ, ഭൂമിയെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ചാപ്റ്ററിൽ. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്നറിയാമല്ലോ. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര ചൂടുണ്ടായിരിക്കും നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അവിടെ നിങ്ങൾ ഖനികൾ കണ്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്ററാണ്? ഏകദേശം 12 കിലോമീറ്റർ. 12 കിലോമീറ്ററാണ് ഏറ്റവും താഴ്ചയുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത്. എത്രയാണ്? ഏകദേശം 12 കിലോമീറ്ററാണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് എന്ന് പറയുന്നത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണ്? 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിയെ കുറിച്ചിട്ട് ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയൊക്കെ ഭൂമിയിലേക്ക് കുറച്ച് വസ്തുക്കൾ എത്തിച്ചേരില്ലേ. അപ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ കിട്ടും അല്ലേ. ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നെ എങ്ങനെയാണ് ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്? ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് വിവരങ്ങൾ കിട്ടുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയാണ്. അപ്പോൾ ഇത്ര വരെ മനസ്സിലായല്ലോ. ഭൂമിയുടെ ഉള്ളറയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിലെ ചൂട് എന്ന് പറയുന്നത് അല്ലേ, ഉള്ളറകളിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ അതിനുള്ളിലേക്കുള്ള ദൂരം, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. ഖനിയുടെ താഴ്ച എത്രയാണ്? 12 കിലോമീറ്റർ ആണ്. മനുഷ്യന് വിവരങ്ങൾ ലഭിക്കുന്നത് ഏത് വഴിയൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ എത്തിച്ചേരുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ ഭൂകമ്പത്തിലെ ഉണ്ടാകുന്ന തരംഗചലനം, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. ഇനി നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയാണ്. ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കറിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും പുറമേയുള്ള പാളിയാണ് അല്ലേ. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗം എടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുറമേയുള്ള പാളിയാണെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഏതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്? ഇതാണല്ലേ, പുറത്തേയുള്ള പാളിനെയാണെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അപ്പോൾ ഇവിടെ എന്താണ്? ഖരരൂപമാണ്. ഈ പാളി എന്ന് പറയുന്നത് എന്താണ്? ഖരരൂപമാണ്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത് നമുക്ക് കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത്? രണ്ട് ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് എത്രയാണ് കനം കൂടുതൽ? ഏതിനാണ്? വൻകര ഭൂവൽക്കത്തിനാണ്. എത്രയാണ് ശരാശരി കനം എന്ന് പറയുന്നത്? 30 കിലോമീറ്റർ ആണ്. ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഇനി വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പോൾ അത് പർവ്വത പ്രദേശത്തേക്ക് എത്താണെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ ആണ് നമ്മൾ ശരാശരി കനം എന്ന് പറഞ്ഞു. എന്നാൽ പർവ്വത ഭാഗത്ത് എത്തുമ്പോൾ എത്രയുണ്ട്? 70 കിലോമീറ്റർ വരെ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാണ്? ശരാശരി 5 കിലോമീറ്റർ മാത്രമാണ് കനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അതുപോലെ തന്നെ ഖരരൂപത്തിലാണത് കാണപ്പെടുന്നത്. രണ്ട് ഭൂവൽക്കമുണ്ട്, വൻകര ഭൂവൽക്കം അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കം അല്ലേ. ഇനി നമ്മൾ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലെന്ന് പറഞ്ഞു. എത്രയാണ് കനം എന്ന് പറയുന്നത്? 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വതത്തിലേക്ക് എത്തുമ്പോൾ എത്ര കിലോമീറ്റർ ആകും? 70 കിലോമീറ്റർ ആകും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാണ് കനമുള്ളത്? 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുന്നത് മാൻറ്റിലാണ്. മാൻറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഭൂവൽക്കത്തിന് താഴെയല്ലേ, ഭൂവൽക്കത്തിൻ്റെ ഇതാണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിന് താഴെ കാണപ്പെടുന്ന പാളിയാണ് എന്തെന്ന് പറയുന്നത്? മാൻറ്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള പാളിയാണ് മാൻറ്റിൽ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കം നമ്മൾ പറഞ്ഞു ഇത്രയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് താഴെയുള്ള പാളി എന്ന് പറയുന്നത് ഇതാണ്, മാൻറ്റിലാണ് അല്ലേ, മാൻറ്റിലാണ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഭൂവൽക്കത്തിന് താഴെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെയും എന്തുണ്ട്? കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം എത്ര കിലോമീറ്ററാണ്? 2900. എത്രയാണ്? 2900 കിലോമീറ്ററാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഭൂവൽക്കവും എന്താണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞു. ഈ ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗം അല്ലേ, മാൻറ്റിൽ തൊട്ട് പുറത്തുള്ള ഭാഗം അല്ലേ. അപ്പോൾ മാൻറ്റിലിൻ്റെ പുറത്തുള്ള ഭാഗം കൂടി, അതായത് ഉപരിഭാഗം കൂടി ചേർന്നുള്ള ഭാഗത്തെയാണെന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മാവസ്ഥയിൽ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയർ അല്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? മലയാളം വീട് എന്താ പറയുക? ശിലാമണ്ഡലം അല്ലേ. ഈ ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. അപ്പോൾ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം വരാണെന്നുണ്ടെങ്കിൽ അത് ഖരാവസ്ഥയിലാണ്. അപ്പോൾ പുറമെയുള്ള ഭാഗം ഖരാവസ്ഥയാണല്ലേ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. അതുപോലെ തന്നെ അതിന് താഴെയുള്ള ഭാഗമായിട്ടുള്ള അസ്തനോസ്ഫിയറും എന്താണ്? അർദ്ധദ്രവാവസ്ഥയിലാണ്. ഈ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയിലാണ്. ഓക്കെ ആണല്ലോ മാൻറ്റിൽ എന്ന് പറയുന്നത്. ഇനി കാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? കോർ അല്ലേ. മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. നമുക്ക് നോക്കാമല്ലോ. ഇവിടെ നമുക്ക് പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിനും എന്തുണ്ട്? പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പാണ് ദ്രവാവസ്ഥയിൽ, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ദ്രവാവസ്ഥയിലും അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായിട്ടും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ രൂപം കൊണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാമ്പ് മുഖ്യമായിട്ടും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നമ്മൾ എന്തെന്ന് പറയും? നിഫെ എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. നിഫെ എന്ന് വെച്ചാൽ എന്താണ്? നിക്കലും ഇരുമ്പ് അല്ലേ, നിക്കലും അയണും. അപ്പം നിക്കലും ഫെർമല്ലേ നമ്മൾ അയണ് പറയുന്നത്. അപ്പോൾ അത് കാരണം നിഫെ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ നിഫ എന്ന് പറയുന്നത് എന്താണ്? എന്തിനു പറയുന്നതാണ്? ക്യാമ്പിന് പറയുന്നതാണ്. അകക്കാമ്പിലെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അകക്കാമ്പിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ഭൂവൽക്കമുണ്ട്, മാൻറ്റിലുണ്ട്, കാമ്പുണ്ട്. ഭൂവൽക്കം എന്ന് പറയുന്നത് പുറമേയുള്ള പാളിയാണ്. അതെന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. 30 കിലോമീറ്ററാണ് കനം കൂടുതലാണ് അല്ലേ. വൻകര ഭൂവൽക്കും സമുദ്ര ഭൂവൽക്കും എന്നിങ്ങനെയുണ്ട്. അതിൽ വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. 30 കിലോമീറ്ററാണ് കനം എന്ന് പറയുന്നത്. എത്രയാണ് കനം പറയുന്നത്? 30 കിലോമീറ്റർ. എന്നാൽ പർവ്വത പ്രദേശത്താണെങ്കിൽ 70 കിലോമീറ്റർ വരും. സമുദ്ര ഭൂവൽക്കത്തിലാണെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്ററാണ്. നെക്സ്റ്റ് പറഞ്ഞു മാൻറ്റിൽ
എന്താണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. മാൻഡിലിൻ്റെ പുറത്തുള്ള ഭാഗം ശിലാമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ. അത് അർദ്ധദ്രവാവസ്ഥയിൽ മാഗ്മാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം എന്താണ് ഖരാവസ്ഥയിലാണ്. നെക്സ്റ്റ് പറഞ്ഞത് കാമ്പാണ്. കാമ്പ് എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും താഴെ അല്ലേ മാൻഡിലിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് എന്ന് പറയുന്നത് 2 പുറക്കാമ്പുണ്ട് അകക്കാമ്പുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത് പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ് ഖരാവസ്ഥയിലുമാണ് എന്ന് പറഞ്ഞു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. പിന്നെ എന്താ പറഞ്ഞത് ഇവിടെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു പോയിൻ്റാണ് കാമ്പിന് നമ്മൾ എന്ത് പറയും നിഫെ എന്ന് പറയും. നിഫെ എന്ന് വെച്ചാൽ എന്താണ് നിക്കലും ഫെറം അല്ലേ, അതായത് നിക്കലും അയണും. അപ്പോൾ നിഫെ എന്നറിയപ്പെടുന്നു. എന്താണ് അവിടെ നിക്കലും ഇരുമ്പാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ സംഭവങ്ങളിലെ ഭൂവൽക്ക് എന്ന് പറയുന്ന ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് മാൻഡിൽ എന്നാണ് കാമ്പ് എന്നാണെന്നുള്ളത് ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാട്ടെ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ഇടുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാട്ടെ. നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് വേർഡായിട്ട് നൽകിയിട്ടുള്ളത്. ഇനി ഭൂമിയുടെ അന്തരീക്ഷം നോക്കാം. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, ഭൂമിയുടെ ഘടന പറഞ്ഞു. ഇനി എന്താണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്? ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഭൂമി ഇത്ര നേരം വരെ നമ്മൾ പറഞ്ഞില്ലേ നല്ല ചൂടായിരുന്നു എന്നുള്ളത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഭൂമി തണുത്തു തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചു, ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്? ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി നമ്മൾ പറഞ്ഞില്ലേ ഉള്ളിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ വാതകങ്ങൾ നിറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ആവരണം ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അങ്ങനെ എന്ത് സംഭവിച്ചു, അന്തരീക്ഷം എന്ന് പറയുന്നത് ഓക്സിജനായി സമ്പന്നമായി. എങ്ങനെയാണ് സസ്യങ്ങൾ ഉണ്ടായിരുന്ന കാരണം അല്ലേ. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. നമ്മൾ പറഞ്ഞല്ലോ എത്ര അളവ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണ്, അത് എത്ര അളവിലാണ് കാണപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്താ പറഞ്ഞത്, അന്തരീക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഉണ്ടായത്, ആദ്യം തന്നെ നല്ല ചൂടുള്ള ഭൂമിയായിരുന്നു. പക്ഷേ പിന്നീട് അത് കുറേ നാളുകൾക്ക് ശേഷം തണുത്തു തുടങ്ങി. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഈ വാതകങ്ങൾ കാരണം ഒരു ആവരണം ഉണ്ടായി. അതിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. അവിടെ എന്തുണ്ട്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഒക്കെ ഉണ്ട്. ഓക്സിജനാൽ സമ്പന്നമായത് എങ്ങനെയാണ്, ഈ സസ്യങ്ങൾ കാരണം അല്ലേ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടന്നുകൊണ്ടാണ് ഓക്സിജനാൽ സമ്പന്നമായത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അന്തരീക്ഷ സംരചന നോക്കാം അല്ലേ. അറ്റ്മോസ്ഫിയറിൽ എത്ര വാതകങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ കോമ്പോസിഷനാണ് നോക്കാൻ പോകുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ 29 കിലോമീറ്റർ വരെയാണ് എന്ത് പറയുന്നത്, 97% അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ 29 കിലോമീറ്റർ വരെയാണ് ഭൗമോപരിതലത്തിൽ നിന്ന്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും, വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ 29 കിലോമീറ്റർ വരെയാണ് ശരിക്കും പറഞ്ഞാൽ 97% അന്തരീക്ഷമുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു അല്ലേ. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. നമുക്കറിയാലോ അല്ലേ, നമുക്ക് ലഭിക്കുന്ന ഓക്സിജനും സസ്യങ്ങൾക്ക് ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിലൊക്കെ ലഭിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണ് നമ്മുടെ ഭൂമിയിൽ എന്താണ് ജീവൻ നിലനിൽക്കുന്നതിന് കാരണം. അപ്പോൾ ഇത് ഇവിടെ പറയുന്നുണ്ട് അല്ലേ, നൈട്രജൻ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, 78% നൈട്രജനും ബാക്കി 21% എത്രയാണ്, ഓക്സിജനുമാണ്. അപ്പോൾ നൈട്രജൻ 78%, ഓക്സിജൻ 21%. ബാക്കി 1% എന്ന് പറയുന്നത് എവിടെ പോയി, ബാക്കിയുള്ള വാതകങ്ങൾ 1% മാത്രമാണ് വരുന്നത്. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. എന്തൊക്കെയാണ്, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഇനി അന്തരീക്ഷ
വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ വാതകം ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജനും ഓക്സിജനും ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? നമ്മൾ പറഞ്ഞല്ലേ, നൈട്രജൻ എന്ന് പറയുന്നത് 78%, ഓക്സിജൻ എന്ന് പറയുന്നത് 21%. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണല്ലേ, നീരാവിയായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സൂര്യതാപമേറ്റ് ചൂട് തട്ടിയിട്ട് എന്ത് സംഭവിക്കും? ഭൗമോപരിതലത്തിൽ ജലമുണ്ടല്ലേ, ഈ ജലം നീരാവിയായിട്ട് മാറാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൽ സാന്നിധ്യമുള്ളൂ. അപ്പോൾ എത്രയാണ്? 90 കിലോമീറ്റർ വരെ മാത്രമാണ് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രം. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, ഇവിടെ നമുക്ക് കുറേ വാതകങ്ങൾ, അന്തരീക്ഷത്തിൽ കുറേ വാതകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. വാതകങ്ങൾ മാത്രമാണ് ഉള്ളതല്ല, പൊടിപടലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പൊടിപടലങ്ങൾ മൂലമുണ്ടാകുന്ന സംഭവം ഏതാണ്? മേഘമാണ് അല്ലേ. അപ്പോൾ മേഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷ പൊടിപടലങ്ങളെ ചുറ്റി, നേരത്തെ പൊടിപടലങ്ങളെ ചുറ്റിയിട്ട് അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ടാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതിനാൽ അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങൾ എന്തെന്ന് വിളിക്കുന്നു? പൊടിപടലങ്ങൾ കാരണമാണല്ലോ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെന്ന് വിളിക്കുന്നു? ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്ന് വിളിക്കുന്നു. ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് നമുക്ക് നോക്കാം. കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അപ്പോൾ എങ്ങനെയാണ് പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നവ, ഭൂമിയിൽ നിന്നല്ലേ, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്താണ്? കാറ്റിൽ നിന്നും ഉയർത്തപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു. ഉൽക്കകൾ കത്തുന്നതിലുണ്ടാകുന്ന ചാരം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ അന്തരീക്ഷം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണം അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ അന്തരീക്ഷ വായുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ജലാംശമാണ് എന്തായിട്ട് മാറുന്നത്? നീരാവിയായിട്ട് മാറുന്നത്. അത് കാരണം നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണ് എന്തായിട്ട് മാറുന്നത്? മേഘമായിട്ട് മാറുന്നു. അത് കാരണം നമ്മൾ എന്ന് പറയും, പൊടിപടലങ്ങൾ എന്ന് പറയും ഘനീകരണ മർമ്മം എന്ന് പറയുന്നു. ഓക്കെയാണല്ലോ. അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ അല്ലേ. നമുക്ക് അന്തരീക്ഷത്തിൽ കുറേ പൊടിപടലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കുറച്ച് മതിയല്ലേ. പക്ഷെ അത് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കും? മലിനീകരണം സംഭവിക്കും. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്ക്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ചെടികൾക്ക് തീയിടുന്നുണ്ടല്ലേ ഇവിടെ. അപ്പോൾ അത് തീയിടുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ പുക ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. ഈ വെടിക്കെട്ടുകളൊക്കെ നന്നായി പുക വിടുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതെന്താണ്? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. അഗ്നിപർവ്വത സ്ഫോടനം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. ബാക്കിയൊക്കെ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വ്യവസായങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം എങ്ങനെയെങ്കിലും സഹായിക്കുന്നുണ്ടോ? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അമ്ലമഴ. എന്താണ് അമ്ലമഴ എന്ന് പറയുന്നത്? അമ്ലമഴ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്ലമഴ എന്ന് പറയുന്നത് എന്താണ്? കൽക്കരി, പെട്രോളിയം, ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. അപ്പോൾ എന്താണ് അമ്ലമഴ എന്ന് പറയുന്നത്? കൽക്കരി, പെട്രോളിയം, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൽക്കരിയും പെട്രോളിയം, ഡീസൽ എന്നിവ കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ എത്തുന്നു. തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് എന്താണ് സംഭവിക്കുന്നത്? മഴവെള്ളത്തിൽ കലരുന്നു അല്ലേ. ഈ പുകകളൊക്കെ മഴവെള്ളത്തിൽ കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്നു അല്ലേ. വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്നു. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡൊക്കെ എന്ത് സംഭവിക്കും? മഴയിൽ കലരും അല്ലേ. മഴയിൽ കലരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ആസിഡ് സ്വഭാവം കൈവരും. അതിനെയാണ് നമ്മൾ
അമ്ലമഴ, ആസിഡ് എന്ന് വെച്ചാൽ അമ്ലം എന്നല്ലേ പറയാം. അപ്പോൾ അത് മഴവെള്ളത്തോടൊപ്പം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെ മഴവെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 5ൽ കുറവാണെങ്കിൽ നമുക്കറിയാം ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? pH മൂല്യം 7ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്ടോ? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7ആണ്. അപ്പോൾ 7ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ അസിഡിക് ആണെന്നുള്ളത്. അപ്പോൾ pH മൂല്യം 5ൽ കുറവാണെന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? മഴവെള്ളത്തിൽ pH മൂല്യം 5ൽ കുറവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അമ്ലമഴയായിട്ട് കണക്കാക്കും. ഓക്കെ ആയാലും. അപ്പോൾ അമ്ലമഴ എന്ന് പറയുന്നത് കൽക്കരിയും പെട്രോളും ഡീസലൊക്കെ കത്തുമ്പോൾ എന്തൊക്കെ വാതകങ്ങളുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ ഉണ്ടാകും. ഇത് സംഭവിക്കും, ഇത് മഴയുമായിട്ട് കലർന്നിട്ട് ഭൂമിയിലേക്ക് എത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? അമ്ലമഴ അല്ലേ, ആസിഡായിട്ട് മാറിയിട്ട് ആസിഡ് മഴയാണ് പെയ്യുന്നത്. ആസിഡ് റെയിൻ ആണല്ലേ. ഇനി എന്താണ് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ് എന്ന് പറയുന്നത്? പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് പുകമഞ്ഞ് എന്ന് പറയുന്നത്? സ്മോഗ് അല്ലേ, പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ് സ്മോഗ് എന്ന് വെച്ചാൽ? എന്താണ് സ്മോക്ക്? പുക എന്ന് വെച്ചെന്നാണ് സ്മോക്ക് അല്ലേ. ഫോഗ് എന്ന് വെച്ചെന്നാണ് മൂടൽമഞ്ഞ്. അപ്പോൾ പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, വാഹനം, കാർഷിക വിളകളൊക്കെ നേരിയ അവശിഷ്ടങ്ങളൊക്കെ കത്തിക്കുമ്പോൾ സംഭവിക്കും, പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ കലരും. അപ്പോൾ ഇവ മഞ്ഞുമായിട്ട് കലരാണ് അല്ലേ. ഈ സംഭവങ്ങളൊക്കെ മഞ്ഞുമായിട്ട് കലർന്നിട്ടാണ് പുകമഞ്ഞ് ഉണ്ടാകുന്നത്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാനും വായു മലിനീകരണം ഉണ്ടാകുവാൻ കാരണമാകുന്നതാണ് പുകമഞ്ഞ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ നേടാൻ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം? ചെടികൾ വെച്ച് പിടിപ്പിക്കുക അല്ലേ, ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക അല്ലേ, സൈക്കിൾ ഉപയോഗിക്കുന്നതൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതിൽ നിന്നും വ്യത്യാസമുണ്ടായിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അന്തരീക്ഷ ഘടന എന്ന് പറയുന്നത്. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിൽ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇത്ര നേരം പറഞ്ഞു ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് അന്തരീക്ഷ ഘടനയാണ്. അപ്പോൾ അന്തരീക്ഷ ഘടന എന്ന് പറയുന്നത് വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നിങ്ങനെ എത്ര പാളികളായിട്ടാണ്? 5 വ്യത്യസ്ത പാളികളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ പാളികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. എവിടെയാണ് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇതല്ലേ ട്രോപ്പോസ്ഫിയർ പറഞ്ഞതാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ാണിത്. അപ്പോൾ എന്താണ് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെയാണ് അല്ലേ. 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ധ്രുവപ്രദേശത്താണെങ്കിൽ എത്രയാണ്? 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്താണ് ചൂട് കൂടുതൽ എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. അതിനാൽ ഇതിനെന്ന് പറയുന്നു ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞത്? നമ്മൾ ഏറ്റവും താഴെയുള്ള പാളിയാണെന്ന് പറഞ്ഞു. 13 കിലോമീറ്റർ വരെയാണ് ഉയരം. ധ്രുവപ്രദേശത്താണെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ 18 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്താണ് ചൂട് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണ് എന്താണ് പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും അങ്ങനെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് കുറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ളതാണല്ലേ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. എത്രയാണ്? 50 കിലോമീറ്റർ കേട്ടോ. ശരാശരി ഉയരം എന്ന് പറയുന്നത് 50 കിലോമീറ്റർ വരെയാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ കുറയാണ് ചെയ്തത്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? ഇത് ഒന്നിട്ട് വിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? നന്നായിട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ആണ്. എത്രയാണ്? 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന് പറയുന്നത് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഓസോൺ എന്ന് പറയുന്നത്? ഭൂമിയുടെ രക്ഷാകവചമാണ്. ഓസോൺ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോണാണ്. അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞത്? സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന ആരാണ്? ഓസോൺ വാതകങ്ങളാണ്. ഓസോൺ വാതകങ്ങളാണ് സംരക്ഷിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? അത് ജീവജാലങ്ങൾക്ക് നല്ലതായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചാൽ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ: ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയൊക്കെ അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇനി എന്താണ് ഓസോൺ ദിനം എന്ന് പറയുന്നത്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് പറയുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറും പഠിച്ചു, ട്രോപ്പോസ്ഫിയറും പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കുന്നത് മീസോസ്ഫിയർ ആണ്. എന്താണ് ഈ മീസോസ്ഫിയർ എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മീസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടുന്നതും താപം കുറയുന്ന പ്രതിഭാസമാണ് അല്ലേ? നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞു താപം കുറയുന്നത് പോലെ തന്നെ മീസോസ്ഫിയറിലും എന്താണ്? താപം കുറയാണ് ചെയ്യുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴും താപനില -°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പോൾ മീസോസ്ഫിയറിലാണ് എന്ത് സംഭവിക്കുന്നത്? ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത്. ഇനി എന്താണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്? മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്ത് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെയാണെന്ന് വിളിക്കുന്നത് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ്. അപ്പോൾ എന്താണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്? അപ്പോൾ അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. എന്താണ് അയണോസ്ഫിയർ? അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ നമുക്കറിയാം അയോണീകരണം എന്നാണ് പറയുന്നത് എന്നുള്ളത്. ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത് തരംഗമാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ അയണോസ്ഫിയറിലാണ് ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? അയണോസ്ഫിയറിലാണ് നടക്കുന്നത്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അയണോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകുന്നത് നമുക്കറിയാം അന്തരീക്ഷം കുറഞ്ഞിട്ട് ബഹിരാകാശമാണ് മാറുന്നത്. അപ്പോൾ എവിടെ പറയുന്നത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടാവും നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.